വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത് അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല, വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അപ്പോഴവൻ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനാണ്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഹലോ ഫ്രണ്ട്സ്, 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഭയങ്കര വലിയൊരു കേസാണിത്. സ്വന്തം മോൻ തന്നെ അച്ഛനെ വെട്ടിക്കൊന്നു. എന്താണെന്ന് ആദ്യത്തെ ഒരു സമയത്ത് ന്യൂസായിട്ട് വന്നതെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന പേരിലാണ് അച്ഛനെ വെട്ടിക്കൊന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതല്ല കാരണമെന്നിങ്ങനെ പയ്യെ അതിനെക്കുറിച്ച് ആ ഒരു പയ്യൻ്റെ റൂമും ആ വീട്ടിലൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു പയ്യൻ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് കാരണമെന്നൊന്നും മനസ്സിലാവുന്നതിന് അച്ഛനും അമ്മയൊക്കെ 7 വർഷമായിട്ട് ഈ ഒരു പയ്യൻ പ്രജിൻ എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനെ പേടിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നതാണ് പറഞ്ഞത്. സോ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ അമ്മ ഈ ഒരു പയ്യനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഈ പയ്യനുണ്ടെങ്കിൽ കൊച്ചിയിൽ കുറച്ച് 3-4 മാസത്തോളം ഈ ഒരു ഫിലിം സ്കൂളിൻ്റെയൊക്കെ കാര്യം ഈ ഒരു ആക്ടിങ് പഠിക്കാനൊക്കെ പോയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ക്യാരക്ടറിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വന്നിരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയുടെയും പെരുമാറുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ റൂമിൽ തന്നെ എപ്പോഴുമാണ് വെളിയിലിറങ്ങണമെങ്കിൽ പോലും റൂം ലോക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അഥവാ ഇങ്ങനെ അച്ഛനും അമ്മയോ സഹോദരി എങ്ങനെ റൂമിനകത്ത് കയറി അവർക്കെതിരെ ഭയങ്കരമായിട്ട് ചാടി കയറി വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യും. ചില ദിവസങ്ങളിൽ അച്ഛനും അമ്മയും പുറത്താക്കിയിട്ട് വാതിലടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വീടിൻ്റെ പുറത്താക്കിയിട്ട് വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കണക്ക് അച്ഛൻ എന്ത് ചെയ്യുന്നു വെട്ടിക്കൊന്നത്. ഇപ്പോൾ അമ്മ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്, ഇനി അവൻ വെളിയിലിറങ്ങി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പറ്റിയെന്നുള്ളത് കാര്യം, എന്തിനാണ് ഇങ്ങനെ സ്വന്തം അച്ഛനെ തന്നെ കൊന്നതെന്നുള്ള കാര്യമൊന്നും ഫുള്ളായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കസ്റ്റഡിയിലാണ് പയ്യനുള്ളത്. അവൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതുവരെ മൊത്തം എന്താണെന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ബട്ട് ഇപ്പോൾ മെയിനായിട്ടുള്ള ഈ ബ്ലാക്ക് മാജിക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ എന്തോ പ്രശ്നമുണ്ട്, മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇതൊക്കെ സംഭവിച്ചതെന്ന് തോന്നുന്നു. കറക്റ്റായിട്ടുള്ള ചികിത്സ ചിലപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് വരും ദിവസങ്ങളിൽ പുറത്തു വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.